പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ, നമ്മുടെ തലശ്ശേരിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ എപ്പോഴും തലശ്ശേരിയെ ഒരു പെൺകുട്ടിയായിട്ട് നമ്മൾ ഉപമിക്കണം. അങ്ങനെ ഉപമിക്കുന്ന സമയത്ത് നമ്മുടെ വർണ്ണനകളൊക്കെ അതിമനോഹരമായിരിക്കും. ദിസ് ഇസ് മീ ആർഷേ നിതിൻ മിഥില. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മനോഹരമായ തലശ്ശേരിയാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ തലശ്ശേരിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കണതൊക്കെ പത്രവാർത്തകളിൽ കൂടിയായിരുന്നു, ഫസ്റ്റ് ടൈം. പിന്നെ റേഡിയോയിൽ കൂടിയാണ് ഞാൻ കൂടുതൽ കേട്ടിരുന്നത് തലശ്ശേരിയെ കുറിച്ച്. ആകാശവാണിയിൽ, പണ്ടത്തെ ആകാശവാണിയിൽ തലശ്ശേരിയിലെ പല കാര്യങ്ങളും റേഡിയോയിൽ കൂടി ഞാൻ ഫസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് കേട്ടതോട്ടിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു തലശ്ശേരി ഒന്ന് കാണണമെന്ന്. ചെറുപ്പത്തിൽ നമ്മുടെ വീടും തലശ്ശേരിയും തമ്മിൽ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് അന്ന് അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് പ്രാവർത്തികമായിരുന്നില്ല. പക്ഷെ ഇന്നാണെങ്കിലും നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ തലശ്ശേരി എത്താം. സോറി, എല്ലാവരും പറയുന്നുണ്ട് ഈ തലശ്ശേരി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് തലശ്ശേരി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്വന്തം തലശ്ശേരി. ഈ തലശ്ശേരിയില് ഏറ്റവും മനോഹരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കൊരു സ്ഥലത്തിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. എല്ലാം മനോഹരമാണ്, അതിമനോഹരം. കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പ്രണയത്തിന്റെ ഒരുപാട് കഥകൾ പറയുന്ന നമ്മുടെ സ്വന്തം തലശ്ശേരി കടൽപ്പാലം. ആ ഒരു ഏരിയ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിമനോഹരമാണ് കടൽപ്പാലം എന്ന് പറയുന്നതിലുപരി കടൽപ്പാലത്തിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, പഴയ കെട്ടിടങ്ങളും വളരെ പഴകിയ മരങ്ങളും പിന്നെ ഇതുവരെ തുറക്കാത്ത ജനാലകളും. റിയലി ആ വഴിയിൽ കൂടെ നമ്മൾ തലശ്ശേരി കടൽപ്പാലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തരുന്ന ഫീൽ, അനുഭൂതി അതൊന്ന് വേറെ തന്നെയാണ്. പ്രണയവും തലശ്ശേരിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന പല ഫിലിംസും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ മുന്നേ തന്നെ പ്രണയത്തിൽ ഒരുപാട് കഥകൾ പറഞ്ഞ നാടാണ് തലശ്ശേരി എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇല്ലേ? കടൽപ്പാലത്തിനരികിലുള്ള ഓരോ പൂഴിമണൽ തരികൾക്കും അവിടെയുള്ള ഓരോ തിരകൾക്കും തീരങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയ, മറന്നുപോയ, മൺമറിഞ്ഞു പോയ ഒരുപാട് പ്രണയത്തിന്റെ കഥ പറയാനുണ്ടാവും. ഈ ആകാശ ദൃശ്യം കാണുമ്പോൾ റിയലി ഒന്ന് പറക്കാൻ തോന്നുവാണ് തലശ്ശേരിയുടെ ഉയരങ്ങളിൽ കൂടെ. അത്രയ്ക്ക് മനോഹരല്ലേ? കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോഴും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോഴും തെക്കും വടക്കുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാതിരാക്കാറ്റ് വന്ന് തട്ടിത്തലോടി പോവാനുണ്ട്. പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രം. പലരും ഉപമിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് പടച്ചോന്റെ പറുദീസയാണ് നമ്മുടെ തലശ്ശേരി. അതല്ലെങ്കിൽ പ്രകൃതിയുടെ തകൃതിയായ വികൃതികളിലൊന്നാണ് നമ്മുടെ തലശ്ശേരി എന്ന്. തലശ്ശേരിക്ക് പോകുമ്പോണ്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ പോകണം. തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു സുലൈമാന് കിട്ടുമെങ്കിൽ അതും കയ്യിൽ പിടിക്കണം. എന്നിട്ടുണ്ടല്ലോ മനസ്സിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു, പ്രണയത്തെക്കുറിച്ചായിക്കോട്ടെ, ഒരു ഇഷ്ടത്തെക്കുറിച്ചായിക്കോട്ടെ, ഒരു ക്രഷിനെ കുറിച്ചായിക്കോട്ടെ, ഓരോ കവളിലും സുലൈമാനി വന്ന് നനയുമ്പോൾ ചുവന്നിരിക്കുന്ന ആകാശത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഒടുക്കത്തെ ഫീലായിരിക്കും. പൊതുവെ നമ്മുടെ തലശ്ശേരിയെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിസുന്ദരന്മാരും സുന്ദരികളുള്ള ഒരു നഗരമാണ് തലശ്ശേരി എന്നുള്ളത്. പോരാത്തതിന് തലശ്ശേരിയെക്കുറിച്ച് ഒരുപാട് ചരിത്രവുമുണ്ട്. 1869 സ്ഥാപിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു നഗരം. മുക്കാൽ ഭാഗവും ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ആധിപത്യം സ്ഥാപിച്ചിരുന്ന മനോഹരമായിട്ടുള്ളൊരു നഗരം. അവരും പുകഴ്ത്തി പാടിയിട്ടുണ്ടത്രേ നമ്മുടെ തലശ്ശേരിയുടെ മനോഹാരിതയെക്കുറിച്ച്. അവരും പ്രണയിച്ചിട്ടുണ്ടത്രേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ തലശ്ശേരിയുടെ മനോഹരമായ കടൽ തീരങ്ങളിൽ വെച്ച്. നിങ്ങൾ ഈ രാത്രിയിൽ ഞാൻ പറഞ്ഞ ഈ കടൽപ്പാലത്തിന്റെ അവിടെ തലശ്ശേരിയിൽ നിങ്ങൾ പോയിട്ടുണ്ട്? ഒടുക്കത്തെ വൈബല്ലേ? വൈബ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് ഒറ്റക്ക് പോകണം കേട്ടാ. നിങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഓഫ് ടീംസ് പോയാൽ എന്ത് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളവിടെ കൂടുതൽ ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ അവിടെ നമുക്കുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അത് കുറച്ച് കൂടുതലായിരിക്കും. സോ നമ്മൾ പോകുമ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മൾ സൈലന്റ് ആയിട്ട് വളരെ നോർമലി നമ്മൾ തനിച്ച് പോകണതാണ് ഏറ്റവും ബെറ്റർ. ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ട് ഒറ്റയ്ക്ക് പോവുക. എന്നിട്ട് ആ കടൽപ്പാലത്തിൽ രാത്രി കയറാൻ പറ്റില്ല കേട്ടോ, അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. ഇപ്പോഴും പകല് കയറാൻ വിടുമെന്ന് എനിക്കറിയില്ല, അവിടെ സീനൊക്കെ ആണെന്ന് തോന്നുന്നു, പോലീസൊക്കെ വന്ന് സീനാക്കും. സോ അവിടെ കടൽപ്പാലത്തിന്റെ മുകളിൽ പോവാതെ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ തൊട്ടടുത്ത്
അതിലേക്ക് കടക്കുന്ന ആ എൻട്രിയിൽ അങ്ങോട്ടേക്ക് പോവുക. അവിടെ നിന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ, അതിപ്പോ നഷ്ടപ്പെട്ടു പോയ പ്രണയമായിക്കോട്ടെ, ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലവ് ആയിക്കോട്ടെ, അതും പോരാ, ഇതുവരെ പറയാത്തൊരു ക്രഷ് ആയിക്കോട്ടെ, കുറച്ച് സമയം ഇങ്ങനെ ആകാശത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കടൽ തിരയുടെ ആ സൗണ്ടും കൂടി ആകുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന അനുഭൂതി അതൊന്നും വേറെ തന്നെയാണ്. റിയലി. സോ ഇനി പോകുമ്പോൾ തനിച്ചു പോവുക. ഓക്കെ, വെൽ, this is me, Arshan Nithin Mithila, signing off. Love you all. Take care. Bye-bye.